കോഴിക്കോട് ബാലുശ്ശേരിയിൽ വികസന മുന്നേറ്റ ജാഥയ്ക്കിടെ പെൻഷൻ പണം സംഭാവന നൽകിയ മൊയ്തീനെ എല്ലാവർക്കും പരിചയമുണ്ടാവും. എം.വി. ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ ബാലുശ്ശേരിയിലെത്തിയപ്പോൾ CPM നേതാക്കൾ നിർബന്ധിച്ച വേദിയിൽ കയറ്റി സംഭാവനയായി ക്ഷേമ പെൻഷൻ നൽകിയെന്നുള്ളതാണ് പുതുതായി വരുന്ന കള്ളപ്രചരണം. ഇത് തീർത്തും തെറ്റാണെന്നുള്ള കാര്യമാണ് മൊയ്തീന് പറയാനുള്ളത്. താൻ എന്നും ഉറച്ച ഒരു CPM അനുഭാവിയാണ്. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ സംഭാവനയായി നൽകിയത് സ്വമേധയാ എടുത്ത തീരുമാനപ്രകാരമായിരുന്നു. പണം നൽകിയത് ആരുടെയും നിർബന്ധപ്രകാരം ചെയ്ത കാര്യമായിരുന്നില്ലെന്നും മൊയ്തീൻ പറയുന്നു. ഇല്ല, ഞാൻ പാർട്ടിൻ്റെ ഒരു അനുഭാവിയാണല്ലോ. അങ്ങനെ ആയിട്ട് എനിക്ക് സ്വതവേ എനിക്ക് എന്നെ തോന്നി മനസ്സിൽ അങ്ങനെ ചെയ്തതാണ്. 2000 ഉറുപ്പ്യ ഞാനിങ്ങനെ എണ്ണി കഴുത്ത് മൂപ്പർക്ക് കൊടുത്ത്, അന്നേരം എനിക്ക് എന്നെ തിരിച്ച് തരികയും ചെയ്ത് കീസലിട്ട് തന്ന്. പലയിടത്തു നിന്നും തനിക്കെതിരെ ഇപ്പോൾ ഭീഷണി ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് ഒരാൾ വിളിച്ചു. എന്തു വന്നാലും കോൺഗ്രസ് സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. CPMന്റെ സംരക്ഷണം തനിക്ക് എപ്പോഴും ഉണ്ടെന്നും അതിനാൽ ആരുടെയും ഭീഷണിയെയും വിലകൽപ്പിക്കുന്നില്ലെന്നും മൊയ്തീൻ പറയുന്നു. എന്തൊക്കെയാണ് നിങ്ങളെ സൂചന എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഒക്കെ ഞങ്ങൾ സംരക്ഷണത്തോടെ കൂടി ഞങ്ങൾ ആകാന്നൊക്കല്ല പറഞ്ഞത്. അത് ഇപ്പോഴേക്ക് ഞാൻ ഓഫാക്കുകയും ചെയ്തു ഫോണ്. കുറേ പറഞ്ഞ് ഞാനിങ്ങനെ ഉള്ള ആളാണ്, ചെയ്യുന്ന ആളാണ് എന്നോട് പറഞ്ഞത്. അത് ഒക്കെ ഞാൻ പറഞ്ഞേക്ക്. എന്നിട്ടും എന്നോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കപ്പർത്താണ്. നമ്മൾ എന്തു വന്നാലും നമ്മൾ സംരക്ഷിച്ചോളാം പറഞ്ഞതിൽ അങ്ങനെയാണ് പറഞ്ഞത്. CPM നേതൃത്വത്തിലുള്ള ആരും മൊയ്തീനെ നിർബന്ധിച്ച് സ്റ്റേജിലേക്ക് കയറ്റിയിട്ടില്ല. ജാഥ എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഗോവിന്ദൻ മാസ്റ്ററെ നേരിട്ട് കാണണമെന്ന് മൊയ്തീൻ അറിയിച്ചിരുന്നുവെന്ന് CPM ഈയാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബഷീർ പറഞ്ഞു. ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ ഈ മാസം 6-ാം തീയതി ബാലുശ്ശേരി എത്തിയപ്പോഴേ ഈയാടുകാരനായ മൊയ്തി എന്ന് പറയുന്ന ഉറച്ച ഒരു ഇടതുപക്ഷ അനുഭാവി സഖാവിനെ നേരിൽ കാണണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയമായ പെൻഷൻ കിട്ടിയതിലുള്ള അദ്ദേഹത്തിൻ്റെ അതിയായ സന്തോഷം അറിയിക്കുന്നതിന് വേണ്ടി കാണണമെന്ന് അന്ന് ഉച്ചയ്ക്ക് മുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. വൈകുന്നേരം അദ്ദേഹം സ്വമേധയാ ജാഥയുടെ സമാപന യോഗത്തിൽ ഗോവിന്ദൻ മാഷെ കാണുകയും പെൻഷൻ എന്നുള്ള നിലയ്ക്ക് ഗോവിന്ദൻ മാഷെ കയ്യിൽ ഒരു 2000 രൂപ കൊടുക്കുകയും ചെയ്തു. ജനമധ്യത്തിൽ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി UDFകാർ ബോധപൂർവം ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷത്തെയും താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഒരു വീഡിയോ അദ്ദേഹം അറിയാതെ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തതാണ്. ഒരു വയോധികന് ലഭിക്കുന്ന ക്ഷേമ പെൻഷനെ പോലും ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ചില മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും കിട്ടിയ തിരിച്ചടിയാണ് മൊയ്തീൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം. കൈരളി ന്യൂസ്, കോഴിക്കോട്.